Hello friends, welcome to Couples Kitchen. Couples Kitchen പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഹായ് പറവസു. ഹായ്. ഓക്കെ, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ് ആര്യ? ബീഫ് കട്ട്ലറ്റ്. ഇതിനു മുന്നേ ചിക്കൻ കട്ട്ലറ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ആരും കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ വീഡിയോ കണ്ടതിന് ശേഷം നേരെ ചിക്കൻ കട്ട്ലറ്റ് പോയി കാണുക, ഉണ്ടാക്കി നോക്കുക. സോ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഇനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നല്ല നല്ല റെസിപ്പീസ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടത്തുള്ളൂ. നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ആര്യ, ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? ബീഫ് നമ്മൾ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചത്, 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, അതും വേവിച്ചതാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു ചെറിയ സവാള, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, ഉപ്പ്, എണ്ണ, മുട്ട, ബ്രെഡിൻ്റെ പൊടി. ബ്രെഡിൻ്റെ പൊടി എങ്ങനെയാണ് ഉണ്ടാക്കിയത്? ബ്രെഡിൻ്റെ പൊടി ബ്രെഡൊന്ന് നന്നായിട്ട് മൂപ്പിച്ചിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കും. അപ്പോൾ ഇനി നമുക്ക് തുടങ്ങാം. ആദ്യം എന്താ പരിപാടി? ആദ്യം നമുക്ക് ഈ ബീഫിനെ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഏതാണ്? താഴെ ഇറങ്ങുക, അമ്മ ചെയ്യട്ടെ. ഇനി നമുക്ക് ലേശം എണ്ണ ഒഴിച്ചിട്ട് ഉള്ളിയെ വഴറ്റിയെടുക്കാം. നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട്, അതിലോട്ട് ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരണം. നമ്മൾ ഇഞ്ചിയൊക്കെ മൂത്തിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി. ഇതിലോട്ട് നമുക്ക് ഈ സവാള ഇട്ട് കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. ഇതിലോട്ട് ലേശം ഉപ്പിട്ട് കൊടുക്കാം, എന്നാലും സവാള പെട്ടെന്ന് വഴണ്ട് വരുള്ളൂ. ഇനി നമുക്ക് ഇതിലോട്ട് ബീഫ് ഇട്ട് കൊടുക്കാം. നമ്മൾ പൊടിച്ചു വെച്ചേക്കുന്ന ബീഫിനെ ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലോട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ഇത്തിരി കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ ഓൾറെഡി ഇത് വേവിച്ച് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങാണ്. ഇതിനെ കുഞ്ഞു കുഞ്ഞു പീസാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കൂട്ട് ഏകദേശം സെറ്റായി കഴിഞ്ഞു. ഇനി ഇത് ചെയ്യാൻ പോകുന്നത് ഉരുളയാക്കിയിട്ട് ആ കട്ട്ലറ്റിൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ, ആ ഷേപ്പിലാക്കി ബ്രെഡ് ക്രംസിൽ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? ഷെഫിൻ്റെ അടുത്ത് ചോദിക്കാൻ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ, ഷെഫിൻ്റെ റെസിപ്പിയാണല്ലോ വലുത്, അല്ലേ ഷെഫ്? പിന്നെ ഫ്രണ്ട്സ്, നമ്മൾ ചാനലിലൊരു ഗിവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഗിവ് അവേ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് വരുന്ന വീഡിയോസിലുണ്ടാകും. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഗിവ് അവേ നടത്തണോ വേണ്ടേ? എന്ത് സാധനം നമ്മൾ ഗിവ് അവേ ആയിട്ട് കൊടുക്കും? അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കമൻസിലിടുക കേട്ടോ. പിന്നെ പുതിയ എന്തെങ്കിലും റെസിപ്പീസ് ട്രൈ ഔട്ട് ചെയ്യണമെങ്കിൽ അതും കൂടി കമൻറ്റിലിടുക. നമ്മൾ അത് കണ്ടുപിടിച്ച് ട്രൈ ചെയ്യുന്നതായിരിക്കും. ഇനി ക്രിസ്മസ് സ്പെഷ്യൽ ഒരു റെസിപ്പി വരുന്നുണ്ട്, വെയിറ്റ് ചെയ്യുക. ഒരു സ്പെഷ്യൽ വീഞ്ഞ് ഉണ്ടാക്കാൻ നമ്മൾ ട്രൈ ചെയ്യുന്നതാണ്. എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിഞ്ഞുകൂടാ. ഞാനും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ആര്യ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല, ആര്യ കുടിക്കാറ് പോലുമില്ല. എന്തായാലും നമ്മൾ നോക്കാം, നമ്മൾ കുറച്ചൊന്ന് റിസർച്ചൊക്കെ ചെയ്തിട്ട് നമ്മുടേതായ രീതിയിൽ അത് ഉണ്ടാക്കുന്നതായിരിക്കും. ഇതൊക്കെ മിസ്സാവാതിരിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇപ്പം നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 2 മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മൾ എണ്ണ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഓരോന്നായിട്ട് ചെയ്തെടുക്കാം. മുട്ടയിലൊന്ന് മുക്കണം. അതിനുശേഷം ബ്രെഡ് ക്രംസിലൊന്ന് പൊതിഞ്ഞെടുക്കാം. നമ്മുടെ എണ്ണ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പൊരിച്ചെടുക്കാം. നമ്മുടെ കട്ട്ലേറ്റ് അപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു ഷാലോ ഫ്രൈ മതിയാവും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്. ഇതാണ് ഐറ്റം. കൊള്ളാം, സൂപ്പർ. സൂപ്പറായിരുന്നു ഫ്രണ്ട്സ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വളരെ എളുപ്പമായിട്ട് നമ്മൾ ബീഫ് കട്ട്ലറ്റ് ഉണ്ടാക്കി. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഗിവ് അവേയുടെ കാര്യം ആരും മറക്കണ്ട. നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് ചെയ്യുക. എന്ത് ഗിവ് അവേ നടത്തണം, അത് എങ്ങനെ നടത്തണം, എല്ലാ കാര്യങ്ങളും നിങ്ങൾ കമൻറ്റിൽ ഇടുക. നമ്മൾ എന്നിട്ട് ഒന്ന് ആലോചിച്ചിട്ടായിരിക്കും ഗിവ് അവേ നടത്തുന്നത്. ഇത്രയല്ലേ ഉള്ളൂ കാര്യം. മസൂട്ടോടെ പോയി മസൂട്ടൻ ലിറ്റിൽ സിംഗം കാണാൻ പോയി. അവന് ബോറടിക്കുന്നതെന്ന്. ഓക്കെ, അപ്പോൾ നമ്മളിത് തിന്ന് തീർക്കട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.